Hi Carrots and welcome back to my channel. Carrots finally 10th class പാസ്സായവർക്ക് വേണ്ടി ഇന്ത്യൻ നേവി പുതിയൊരു നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിരിക്കുകയാണ്. കുട്ടികളെ നേവി MR ലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 10th ക്ലാസ് പാസ്സായ എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നേവി MR എന്നൊരു പോസ്റ്റിലേക്ക്. ഈ വീഡിയോ നിങ്ങൾ ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് എന്താണ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഹൈറ്റ്, സെലക്ഷൻ പ്രോസസ് എല്ലാം അറിയാനായിട്ട് നമ്മുടെ കേരളത്തിലെ വേറെ ഒരു ചാനലും കാണേണ്ട ആവശ്യം വരത്തില്ല. ഈ ഒരൊറ്റ വീഡിയോ മാത്രം കണ്ടാൽ മതി, നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും ഇന്ത്യൻ നേവി MRനെ കുറിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ കുട്ടികളും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു പോയിന്റ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, എല്ലാ ഡിഫൻസ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. 2026 ആദ്യ നോട്ടിഫിക്കേഷൻ വന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആയിരുന്നു. അതിനുശേഷം ഇന്ത്യൻ ആർമിയുടെ വന്നു. ഫൈനലി ഇന്ത്യൻ നേവിയുടെയും നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട്, അതായത് മറ്റെല്ലാ ഫോഴ്സിനെക്കാട്ടിയും പെട്ടെന്ന് സെലക്ഷൻ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഫോഴ്സാണ് ഇന്ത്യൻ നേവി എന്ന് പറയുന്നത്. നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അൺ ഡിഫൻസ് അക്കാഡമി 2026 നേവി MR ബാച്ചിലേക്കുള്ള ഓൺലൈൻ ക്ലാസ് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ഫുൾ ക്ലാസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 10th ക്ലാസ് പാസ്സായ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ഫുൾ വീഡിയോ കണ്ടിരിക്കണം. കുട്ടികളെ നോക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാനുള്ളത്, 2025 ഇന്ത്യൻ നേവിയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 3 ഇൻടേക്കിനും കൂടിയായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് ഒരു എക്സാം ആയിരുന്നു, നിങ്ങൾക്ക് 3 ഇൻടേക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ തവണ വന്നേക്കുന്നത് 2 ഇൻടേക്കിലേക്കാണ്. ഒരൊറ്റ എക്സാം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരൊറ്റ എക്സാം എഴുതിയാൽ 2 ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാം. എന്താണ് കുട്ടികളെ, 2 ഇൻടേക്കിലേക്ക് തയ്യാറെടുക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. വേക്കൻസി നല്ലപോലെ വന്നിട്ടുണ്ട്. 8000+ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 8000+ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്, നേവി SSR ആൻഡ് MRും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക. കുട്ടികളെ നോക്കൂ, 2025 നമ്മുടെ അക്കാഡമിയിൽ നിന്നും നേവി SSR ആൻഡ് MRന്റെ ക്ലാസ് പഠിച്ച് സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ്. ഇനിയും ഒരു ബാച്ച് കൂടിയുണ്ട്. ആദ്യത്തെ 2 ഇൻടേക്കിലെ കുട്ടികളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവരെല്ലാവരും നല്ല ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. ഇനി ഒരു ഇൻടേക്ക് കൂടി ബാലൻസ് ഉണ്ട്, അതായത് 3rd ഇൻടേക്ക്. അതിലും എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. 2 ഇൻടേക്കിലേക്കാണ് ഇത്രയും കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും 2026 തന്നെ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടീം ആനോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ക്ലാസ് പാസ്സാൽ മാത്രം മതി കേട്ടോ കുട്ടികളെ. ഇനി നമുക്ക് അപ്ഡേറ്റിലോട്ട് പോകാം. നോക്കൂ കുട്ടികളെ, നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. നേവി MRന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാം. അഗ്നിവീർ MR എന്ന നോട്ടിഫിക്കേഷൻ. ഇനി അങ്ങോട്ട് SSRന്റെ മെഡിക്കൽ അസിസ്റ്റന്റിന്റെ ഡീറ്റെയിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് ഓൺലി നേവി MRന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്. ഇതിൽ വന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, ഫസ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് എന്താണെന്ന് പറഞ്ഞാൽ, ഓൺലൈൻ ആപ്ലിക്കേഷൻ എപ്പോൾ സ്റ്റാർട്ടാകും? കുട്ടികളെ മാർച്ച് 14 നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയാൻ 6th ഏപ്രിലാണ്. ഏപ്രിൽ 6 വരെ നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വീട് വെക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുമല്ലോ, അതേപോലെ തന്നെയാണ് ഏതൊരു ഡിഫൻസ് ജോബിൻ്റെ ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഫോം ഫില്ലിംഗിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ആ ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, അത് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഫോം ഫില്ലിംഗ് നല്ലപോലെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെ ഫോം ഫില്ലിംഗ് ചെയ്യണം എന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും മാർച്ച് 14 ശേഷം. ക്ലിയർ? അപ്പോൾ ഈ 2 ഡേറ്റും എല്ലാ കുട്ടികളും ഓർത്തിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് എലിജിബിലിറ്റി കണ്ടീഷൻ. കുട്ടികളെ നോക്കൂ, അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 01/2027 ഇൻടേക്ക് MRലേക്കും അതേപോലെ തന്നെ 02/2027 ഇൻടേക്കിലേക്കും അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എലിജിബിലിറ്റി കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നോക്കൂ കുട്ടികളെ, 10th ക്ലാസ് പാസ്സായാൽ മതി. പിന്നെ 10th ക്ലാസ്സിൽ മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്താണ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നുണ്ട്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സബ്ജക്റ്റും കൂടി കൂട്ടുമ്പോൾ അതിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. അത് എല്ലാ കുട്ടികൾക്കും കാണും എന്തായാലും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആരും മിസ് ചെയ്യരുത് ഈ ഒരു ചാൻസ്. ഇനി ഏജ് ക്രൈറ്റീരിയ കൂടി നിങ്ങൾ അറിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 10th ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഏജ് ലിമിറ്റിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 10th ക്ലാസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ? അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, കാൻഡിഡേറ്റ്സ് ഹു ആർ അപ്പിയറിംഗ് ഇൻ ദ ക്ലാസ് 10 ബോർഡ് എക്സാം ഓഫ് അക്കാഡമിക് ഇയർ 2025
25-26 are also eligible to apply provided they fulfill all other eligibility criteria. അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളും ഇനി ഞാൻ പറയുന്ന ഏജ് ലിമിറ്റിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഏജ് ക്രൈറ്റീരിയ നോക്കാം. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 ഡിസംബർ 2004-നും 31 മെയ് 2009-നും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് 01/2027 ഇൻടേക്കിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നോക്കൂ കുട്ടികളെ, സെക്കൻഡ് ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 മെയ് 2005-നും 31 ഒക്ടോബർ 2009-നും ഇടയിലായിരിക്കണം. ഇനി ഒരു കാര്യം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതായത് കുട്ടികളെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 ഡിസംബർ 2004-നും അതേപോലെ തന്നെ 31 ഒക്ടോബർ 2009-നും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് 2 ഇൻടേക്കിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുക, എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇവിടെ 2 ഇൻടേക്കിലേക്കും പറ്റുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഡേറ്റ് ഓഫ് ബർത്ത് നല്ലപോലെ ചെക്ക് ചെയ്യണം, അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ എവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. ക്ലിയർ ആയാലോ? അപ്പോൾ എല്ലാ കുട്ടികളും ചെക്ക് ചെയ്യണം. ഈ 2 ഡേറ്റ് ഓഫ് ബർത്തിനിടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇൻടേക്കിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? 2 ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ക്ലിയർ? വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഇനി നോക്കൂ കുട്ടികളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അപ്ഡേറ്റ് ആണ് സെലക്ഷൻ പ്രോസസ്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് 2 ഇൻടേക്കിലേക്ക് തയ്യാറെടുക്കാം. ഇൻടേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 01/2027, 02/2027. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്? ഫസ്റ്റ് ആണ് ഫോം ഫില്ലിംഗ് എപ്പോൾ സ്റ്റാർട്ട് ആവും? മാർച്ച് 14-ന് സ്റ്റാർട്ട് ആവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 6 ആണ്. കറക്ഷൻ വിൻഡോ എപ്പോൾ ഓപ്പൺ ആവും? നോക്കൂ കുട്ടികളെ, ഏപ്രിൽ 11-നും 10-നും ഓപ്പൺ ആവുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? ഏപ്രിൽ 10th and 11th കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും. ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. പരമാവധി ട്രൈ ചെയ്യണം മിസ്റ്റേക്ക് ഒന്നും വരാതിരിക്കാൻ. ക്ലിയർ? നെക്സ്റ്റ് ആണ് സ്റ്റേജ് 1 INET. INET എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ്. എന്നാണ് നടക്കാൻ പോകുന്നത്? മെയ് 2026 ആണ്. അതായത് മെയ് മന്തിലാണ്. ചിലപ്പോൾ മെയ് സ്റ്റാർട്ടിങ്ങിലാകാം, ചിലപ്പോൾ മെയ് എൻഡിങ്ങിലാകാം. മെയ് എൻഡിങ്ങിലാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നത് ജൂണിലായിരിക്കും എന്തായാലും. അതുകൊണ്ട് റിസൾട്ട് ഡിക്ലറേഷൻ ഓഫ് സ്റ്റേജ് 1 INET ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ മെയ് ജൂൺ എന്ന്. ഇവിടെ എക്സാം എപ്പോഴാണ് നടക്കുന്നത് അതനുസരിച്ചിട്ടാണ് വേരിയേഷൻ വരുന്നത്. മനസ്സിലായ കുട്ടികളെ, നിങ്ങൾക്ക് മെയ്യിലും റിസൾട്ട് വരാം, ചിലപ്പോൾ ജൂണിലും റിസൾട്ട് വരാവുന്നതാണ്. അതുകൊണ്ടാണ് മെയ് ആൻഡ് ജൂൺ മന്തിൽ ഇവർ റിസൾട്ട് ഡിക്ലറേഷൻ ഓഫ് സ്റ്റേജ് 1 അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ആപ്ലിക്കേഷൻ വിൻഡോ, കറക്ഷൻ വിൻഡോ, എക്സാം എപ്പോഴാണ് നടക്കാൻ പോകുന്നത്, പിന്നെ റിസൾട്ട് എപ്പോഴാണ് വരാൻ പോകുന്നത്. ടൈം വളരെ കുറവാണ് നിങ്ങളുടെ കയ്യിൽ. ഇപ്പോൾ മാർച്ച് മന്താണ്. ക്ലിയർ? മാർച്ച് ഇന്ന് 11 ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് ഏപ്രിൽ ആൻഡ് മെയ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, പഠിക്കാനും ഒത്തിരിയുണ്ട്. അതുകൊണ്ട് സിലബസ് അനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എല്ലാ പോർഷനും നിങ്ങൾ തീർച്ചയായിട്ടും കവറിങ് ചെയ്തിരിക്കണം. ഇനി നോക്കൂ കുട്ടികളെ, സ്റ്റേജ് 2-ന്റെ അപ്ഡേറ്റ്. റിസൾട്ട് വരുന്ന എപ്പോഴാണ്? മെയ് ആൻഡ് ജൂണിലാണ്. ഇനി 01/2027 ഇൻടേക്കിൻ്റെ സ്റ്റേജ് 2 നടക്കാൻ പോകുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ കോൾ ലെറ്റർ വരും. ഒക്ടോബറിൽ നിങ്ങളുടെ സ്റ്റേജ് 2 നടക്കുന്നതായിരിക്കും. ഡിസംബറിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നതായിരിക്കും. ഇനി അഗ്നിവീർ 02/2027 ഇൻടേക്കിൻ്റെ സ്റ്റേജ് 2 നടക്കാൻ പോകുന്നത് 2027 ഫെബ്രുവരി മന്തിലായിരിക്കും. കോളബ് ലെറ്റർ വരാൻ പോകുന്നത് നടക്കുന്നത് മാർച്ചിലായിരിക്കും. ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് 2027 മെയ് മന്തിലായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാ ഇൻടേക്കിൻ്റെയും അപ്ഡേറ്റഡ് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമി നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എക്സാമിൻ്റെ കാര്യം. ഒരു കാര്യം കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാൻ. കുട്ടികളെ നോക്കൂ, ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റിനകത്ത് സ്റ്റേജ് 1-ൽ നിങ്ങളുടെ ഓൺലൈൻ എക്സാം ആണ് വരാൻ പോകുന്നത്. ടോട്ടൽ മാർക്ക് 50 ആണ്. ഇനി എക്സാം ടൈപ്പ് ഒബ്ജക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ്. ഡ്യൂറേഷൻ 30 മിനിറ്റ്സ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വിധമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ആദ്യത്തെ റിസൾട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ ഏതൊക്കെ ഫേസിലോട്ട് സെലക്ട് ആയെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. അതായത് 2 ഇൻടേക്കിലേക്ക് സെലക്ഷൻ കിട്ടിയില്ലയോ എന്ന് ആദ്യത്തെ റിസൾട്ട് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആദ്യത്തെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് 2 ഇൻടേക്കിലേക്കും സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 തവണ നിങ്ങൾക്ക് സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ക്ലിയർ കുട്ടികളെ? ഇനി 2 ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് എക്സാമിനേഷൻ ഫീസ്. നിങ്ങൾക്ക് 550 rupees പ്ലസ് 80% GST നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടി വരും. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസ് അറിയാൻ പറ്റിയല്ലോ. 550 rupees പ്ലസ് 18% GST ആണ് ഫീസ് ആവുന്നത്, എക്സാമിനേഷൻ ഫീസ്. നെക്സ്റ്റ് ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. നോക്കൂ കുട്ടികളെ, ഫിസിക്കൽ ടെസ്റ്റ് ഏതൊക്കെയാണ് ഇവന്റ് നമുക്ക് നോക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 1.6 കിലോമീറ്റർ റണ്ണിംഗ് ഉണ്ട്. 6 minutes 30 seconds 8 minutes. പിന്നെ സ്ക്വാഡ്സ് ഉണ്ട് 20, 50, പുഷപ്പ് 15, 10.
ബെന്നി സിറ്റപ്പ് 15 ഡൺ. ഇത് സ്റ്റേജ് 2 വരുന്ന അപ്ഡേറ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ സ്റ്റേജ് 2 സെലക്ട് ആകും. സ്റ്റേജ് 2 അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കലാണ്, അതിനുശേഷം പിന്നെ നിങ്ങൾക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇതാണ് നേവിയുടെ സ്റ്റേജ് 2 പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ല കുട്ടികളെ? സ്റ്റേജ് 2 വളരെ ഈസിയാണ്, ഈസിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റേജ് 2 നെഗറ്റീവ് മാർക്കിംഗും ഇല്ല, ഈസിയാണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ആണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഹൈറ്റ് എത്രയാണ് വേണ്ടത്? 157 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതേ സെയിം ഹൈറ്റ് തന്നെയാണ്. ഇനി നെക്സ്റ്റ് ആണ് ഹൗ ടു അപ്ലൈ. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അപ്ലൈ ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 14 മാർച്ചിനാണ്. മാർച്ച് 14 സൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. ആ ഒരു ദിവസം മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ആയല്ലോ? എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് കിട്ടും, റെക്കോർഡഡ് സെഷൻ ക്ലാസ് കിട്ടും, പ്രിൻറ്റഡ് ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും, റിവിഷൻ ക്ലാസ്സസ് കിട്ടും, മോക്ക് ടെസ്റ്റ് കിട്ടും. എല്ലാത്തിനും മോക്ക് ടെസ്റ്റ് കിട്ടുന്നതായിരിക്കും. SSRൻ്റെത്, പിന്നെ MRൻ്റെത്, മെഡിക്കൽ അസിസ്റ്റൻറ്റ് സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. MRൻ്റെ ടോട്ടൽ ഫീസ് 2500 ആണ്. ഈ ഒരു ഫീസിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്നല്ലാതെ മറ്റൊരു അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കത്തില്ല. കൺഫേം 100% ഷ്യൂരിറ്റിയോടെ ഞാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1 നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും, സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേ രീതിയിലുള്ള ചാൻസ് എവിടെ നിന്ന് ലഭിക്കാനാണ് കുട്ടികളെ? നിങ്ങൾ തന്നെ പറ. മനസ്സിലായി? സ്റ്റേജ് 1 ഒരു എക്സാം ഉണ്ട്, അത് നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നു. സ്റ്റേജ് 2 നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നു, അതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നു. എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം, അതും ഈ ഒരൊറ്റ ഫീസിൽ. അപ്പോൾ നിങ്ങളും നേവിയുടെ യൂണിഫോം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ക്ലാസ് ഒട്ടും തന്നെ മിസ് ചെയ്യരുത്. മെയ് ജൂണിലാണ് നിങ്ങളുടെ എക്സാമും അതേപോലെ തന്നെ റിസൾട്ടും വരാൻ പോകുന്നത്. ക്ലിയർ? മോക്ക് ടെസ്റ്റൊക്കെ പ്രോപ്പർ നേവി ബേസ്ഡ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും ലഭിക്കുന്നത്, അല്ലാതെ ആർമി GDയുടേതോ എയർഫോഴ്സിൻ്റെ അല്ല ലഭിക്കുന്നത്. ക്ലിയർ അല്ല കുട്ടികളെ? ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. എല്ലാവരും ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു ചാൻസ് പോലും മിസ്സാകത്തില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക, വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഏതെങ്കിലും കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ആണെങ്കിലും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.